നമസ്തേ, പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മധു ബാലൻ. ഇന്ന് മാനിഫെസ്റ്റേഷൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കുന്നതിന് മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പവർഫുൾ ഐഡിയയാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങളിത് ജീവിതത്തിൽ ഇതിന് മുന്നേ കേൾക്കാൻ യാതൊരു സാധ്യതയില്ല. വളരെ പവർഫുള്ളായിട്ടുള്ള ഐഡിയ ആണ്. ഇതിൻ്റെ പേരാണ് എനർജറ്റിക് കണ്ടെയ്നർ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ആഗ്രഹം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ശ്രദ്ധയോടെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വീഡിയോ കഴിഞ്ഞ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതൊരു ഇൻസ്ട്രക്ഷൻ, ഇതിൻ്റെ ഓരോ ഘട്ടത്തിൽ ഞാൻ ഇൻസ്ട്രക്ഷൻ പറയുന്നത് വളരെ കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വളരെ ക്വിക്കായിട്ട്, വളരെ ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സൂപ്പർ എക്സൈറ്റഡ് അല്ലേ ഈ വീഡിയോയിലേക്ക്? ഓക്കെ, നമുക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ വളരെ ശാന്തമായിട്ടൊരു സ്ഥലം കണ്ടുപിടിക്കുക. വളരെ കംഫർട്ടബിളായിട്ടിരിക്കുക. ഓരോ ഡിസ്ട്രാക്ഷനും ഇല്ലാത്തൊരു സ്ഥലത്തിരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക. ഒരാഗ്രഹം, ഏതാഗ്രഹമാണ് നിങ്ങളിപ്പോൾ ഈ ടെക്നിക്കിലൂടെ നേടിയെടുക്കാൻ വേണ്ടി പോകുന്നത്? അപ്പോൾ ആ ആഗ്രഹത്തെക്കുറിച്ച് സ്പെസിഫിക്കായിട്ട് നിങ്ങൾ എഴുതി തയ്യാറാക്കുക. എനിക്ക് വേണ്ടത് ഇന്നതാണ്. എന്താണ്? കാറാണോ, വീടാണോ, റിലേഷൻഷിപ്പാണോ, ജോലിയാണോ, എന്താണ് നിങ്ങളുടെ ഒരാഗ്രഹം? ആ ഒറ്റ ആഗ്രഹത്തെ ഒന്ന് എഴുതുക. ഏറ്റവും ഷോർട്ടായിട്ട് എഴുതുക. എഴുതിയതിന് ശേഷം എപ്പോൾ വേണം, എത്ര നാളുകൾക്കുള്ളിലാണത് വേണ്ടത്? അപ്പോൾ നിങ്ങൾ പറയുകയാണ് 2024 ഡിസംബർ 25 മുന്നേ. അങ്ങനെ നിങ്ങൾക്കത് സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്യാം. എപ്പോഴാണ് വേണ്ടതെന്ന് ആഗ്രഹമൊക്കെ ആദ്യം രൂപീകരിക്കപ്പെടണം. കാരണം സ്പെസിഫിക് ആയിക്കഴിഞ്ഞാൽ ടെറിഫിക് ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് ആശയങ്ങൾ നേടിയെടുക്കാൻ പറ്റും. സ്പെസിഫിക് അല്ലെങ്കിൽ, നമുക്കൊരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ഡിലേ ആവും. കാരണം നമ്മൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്നൊരു ധാരണ ഉണ്ടാവില്ല. നല്ല ക്ലാരിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ ഇമാജിനേഷനിൽ കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് മാനിഫെസ്റ്റേഷൻ വേഗത്തിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ എനർജറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞ എന്നതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമുക്ക് ചുറ്റുമുള്ള പ്രഭാവലയത്തിൽ ഈ ഒരു എനർജറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ എനർജറ്റിക് ഫീൽഡിലാണ് ഈ ഞാൻ പറഞ്ഞ എനർജറ്റിക് കണ്ടെയ്നേഴ്സ് ഉള്ളത്. ഓക്കെ, ഈ എനർജറ്റിക് കണ്ടെയ്നേഴ്സിനെ നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് പറയാം. കംഫർട്ടബിളായിട്ട് ഇരുന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് റിലാക്സ് ആവുക. നിങ്ങൾ എന്ത് കാര്യമാണ് നേടിയെടുക്കാൻ പോകുന്നതെന്നുള്ള ധാരണ നിങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നു. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഭൂമിയിൽ നിന്നുള്ള എനർജി ഒരു റെഡ് ലൈറ്റായിട്ട് നിങ്ങളുടെ നട്ടലിലൂടെ മുകളിലോട്ട് വരുന്നതായും അതോടൊപ്പം ഒരു ഗോൾഡൻ യെല്ലോ ലൈറ്റ് ഇങ്ങനെ തലയിലൂടെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഡിവൈൻ എനർജി താഴോട്ട് വരുന്നതായും രണ്ടും കൂടി സിങ്ക് ആവുന്നതായും അത് നിങ്ങൾക്ക് ചുറ്റും വലിയൊരു പ്രഭാവലയം ഉണ്ടാവുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. അതിനുശേഷം പ്രപഞ്ചശക്തിയോട് നമ്മൾ ഗൈഡൻസിനായിട്ട്, സപ്പോർട്ടിനായിട്ട് പ്രാർത്ഥിക്കുക. ഈ ഒരു കാര്യം, എൻ്റെ ഈ പ്രത്യേകമായ കാര്യം നടത്തിത്തരുന്നതിനുള്ള പിന്തുണ അഭ്യർത്ഥിക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ കണ്ണടച്ച് കുറച്ച് നേരം ശാന്തമായിട്ടിരിക്കുക. നിങ്ങളുടെ തൊട്ട് മുന്നിലായിട്ട്, നിങ്ങളുടെ ഹൃദയത്തിന് മുന്നിലായിട്ട് ഒരു എനർജറ്റിക് ഫീൽഡ്, ഒരു എനർജറ്റിക് കണ്ടെയ്നർ രൂപീകൃതമാവുന്നത് ശ്രദ്ധിക്കുക, ഇമാജിൻ ചെയ്യുക. അത് ഏത് ആകൃതിയിലും ആവാം. നിങ്ങൾക്ക് ഏത് ആകൃതിയിലാണോ അത് കാണാൻ സാധിക്കുന്നത്, ഏത് കളറിലാണോ അത് കാണാൻ സാധിക്കുന്നത്, അതൊക്കെ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. ആ കണ്ടെയ്നർ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഈ ഒരു ആഗ്രഹം, നിങ്ങളിപ്പോൾ മനസ്സിൽ കാണുന്ന ആഗ്രഹം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങളുടെ ആഗ്രഹത്തിന് ഇതുവരെ ഒരു സ്പേസ് പ്രപഞ്ചത്തിൽ കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഒരു സ്പേസ് നിങ്ങൾ ഇന്ന് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങളുടെ ആഗ്രഹത്തിന്. അപ്പോൾ ഈ കണ്ടെയ്നറിനെ നിങ്ങളൊന്ന് കാണുക. എത്ര നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അതിനെ വലുതാക്കാൻ സാധിക്കും, വലുതാക്കാം. അങ്ങനെ അതിൻ്റെ വലുപ്പം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വളരെയധികം സുഖകരമായി തോന്നുന്ന ഒരവസ്ഥയിൽ അതിനെ സെറ്റ് ചെയ്യുക, കണ്ടെയ്നറിനെ സെറ്റ് ചെയ്യുക. ഓക്കെ, ആ കണ്ടെയ്നർ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ വിഷ്, നിങ്ങളുടെ ഈ പറയുന്ന ആഗ്രഹത്തെ ആ കണ്ടെയ്നറിനുള്ളിലോട്ട് സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കണ്ടെയ്നറിനുള്ളിലോട്ട് നിങ്ങളുടെ വിഷ് എന്താണ്, നിങ്ങളുടെ ആഗ്രഹം? ഇപ്പം കല്യാണമാണ്, അല്ലെങ്കിൽ ജോലിയാണ്, അല്ലെങ്കിൽ കാറാണ്. ആ ആഗ്രഹത്തെ അവിടെ നമ്മൾ ചിത്രരൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കണം.
നിങ്ങളതിലൊരു കഥാപാത്രമാണ്. അപ്പം നിങ്ങളുടെ ആ ഒരു ഇമോഷൻ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റണം, ഫീൽ ചെയ്യാൻ പറ്റണം. എല്ലാ അർത്ഥത്തിലും നിങ്ങൾ സന്തോഷത്തോടു കൂടി അത് സംഭവിച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ആ ആഗ്രഹത്തെ അതിൽ കാണാൻ വേണ്ടി പറ്റണം. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായൊരു ചിത്രത്തെ അവിടെ പോസ് ചെയ്ത് വെക്കാം. അപ്പോൾ കല്യാണം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ആ കല്യാണം സന്തോഷകരമായ നമ്മൾ താലി കെട്ടുന്ന ആ മുഹൂർത്തത്തെ, അല്ലെങ്കിൽ നമ്മൾ ആ ചടങ്ങ് ഓരോ റിച്വൽ ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ച് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ആ ഒരു പോസ് അവിടെ ഒതുക്കാം. അത് വെച്ച് ആ ആഗ്രഹത്തെ, അതാണ് നമ്മൾ ഫൈനലായിട്ട് അവിടെ സമർപ്പിക്കുന്ന സാധനം. ഓക്കെ, ആ കുറച്ച് നേരം അതേ ഇമേജിനെ കണ്ടുകൊണ്ട് അതിന് ചുറ്റും നടക്കുന്ന മറ്റു കാര്യങ്ങളെ ഫീൽ ചെയ്തുകൊണ്ട്, പറ്റുമെങ്കിൽ ശബ്ദം കേൾക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു ശബ്ദം ഇമാജിനറി നമുക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിഷിനെ ആ കണ്ടെയ്നറിനുള്ളിൽ ഫീൽ ചെയ്യാൻ സാധിക്കുന്നു. സോ ദാറ്റ്സ് ഗ്രേറ്റ്. അടുത്തതായിട്ട് ഈ കണ്ടെയ്നറിനെ നിങ്ങളുടെ എനർജറ്റിക് ഫീൽഡിലോട്ട് ഇങ്ങനെ സാവകാശം സ്വീകരിക്കുക. അത് നിങ്ങളുടെ ഹൃദയത്തിലോട്ട് ഇങ്ങനെ കടന്നു വന്ന് നിങ്ങളുടെ ശരീരത്തിലോട്ട് അതിങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ടും, അതിന് പറ്റുന്ന ഒരു കംഫർട്ടബിളായിട്ടുള്ള ഏതെങ്കിലും ഒരു പൊസിഷനിൽ അത് സെറ്റിലാവുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ഓക്കെ, ചിലപ്പോൾ തലഭാഗത്തായിട്ടായിരിക്കും സെറ്റിലാവുന്നത്, ചിലപ്പോൾ ഹൃദയഭാഗത്തായിട്ടായിരിക്കും സെറ്റിലാവുന്നത്. നിങ്ങൾക്കത് എവിടെയായിട്ടാണോ വളരെ കംഫർട്ടായിട്ട് അതിനങ്ങ് വിട്ടേക്കാം. അപ്പോൾ അതിനെ സെറ്റ് ചെയ്തതോടുകൂടി അത് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വിഷ്, കണ്ടെയ്നറിൽ അടങ്ങിയിരിക്കുന്ന ആ വിഷ് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമായിരിക്കുന്നു. അപ്പോൾ അതെല്ലാ പരമാണുവിലേക്കും അതിൻ്റെ എസൻസ് ഇങ്ങനെ പോകുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. അത് എല്ലാ സമയത്തും നിങ്ങൾക്കൊരു പുതിയ ഒരു ഊർജം തരുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അതിപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം സാവധാനം നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് അവെയറാവുക, നിങ്ങളുടെ ശ്വാസത്തെക്കുറിച്ച് അവെയറാവുക. സാവധാനം കണ്ണ് തുറന്ന് നിങ്ങൾക്ക് ഉണർവിലേക്ക് വരാം. ഇതാണ് എനർജറ്റിക് കണ്ടെയ്നർ ഉപയോഗിക്കേണ്ട രീതി. ഇതിലൂടെ ആദ്യം ഒരു ടെക്നിക്ക്, ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം അടുത്തതിലോട്ട് കിടക്കാം. അപ്പോൾ വളരെ ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ ടെക്നിക്ക് നിങ്ങൾ ഉപയോഗപ്പെടുത്തി അതിൻ്റെ റിസൾട്ട് കമൻറ്റ് ചെയ്യുക. ഇത് എത്ര ദിവസം ചെയ്യണം ഒന്നുമില്ല, ഒറ്റ ദിവസം ചെയ്താൽ മതി, ഒരു തവണ ചെയ്താൽ മതി. ഇനി അഥവാ ഒരിക്കൽ കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ ചോദിക്കും, ഇനി എൻ്റെ ഈ സംഭവം ഞാൻ ചെയ്തതിന് ശേഷം എൻ്റെ അടുത്തൊരാഗ്രഹം ഇത് സാധിക്കുന്നതിന് മുന്നേ, ഫിസിക്കലി റിയാലിറ്റിയിലോട്ട് വരുന്നതിന് മുന്നേ ഞാനിത് വേറൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാവോ? ഷുവറായിട്ട് ഉപയോഗിക്കാം. ഒരുപാട് കണ്ടെയ്നേഴ്സ് ഇങ്ങനെ കയറ്റി വെക്കാം, ഒരു പ്രശ്നവുമില്ല. കാരണം കണ്ടെയ്നേഴ്സ് നിങ്ങളുടെ ഓരോ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് സ്പെസിഫിക്കായിട്ട് പ്രപഞ്ചം നിങ്ങൾക്ക് അനുവദിച്ച് തരുന്ന സ്പേസാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹത്തിന് സപ്പോർട്ട് കിട്ടിയിരിക്കുന്നു, നിങ്ങളുടെ ആഗ്രഹത്തിന് സ്പേസ് കിട്ടിയിരിക്കുന്നു, നിങ്ങളുടെ ആഗ്രഹത്തിന് പ്ലേസ് കിട്ടിയിരിക്കുന്നു. മാനിഫെസ്റ്റേഷൻ വളരെ ഫാസ്റ്റായിട്ട് സംഭവിക്കാൻ വേണ്ടി പോകുന്നു. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ, വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ പറയുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനാബിൾ ചെയ്യുക, പുതിയ ആൾക്കാരിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.